നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. റോഡിലൂടെ എങ്ങനെ പേടി കൂടാതെ എങ്ങനെ ഓടിക്കുക എന്നതിനെ പറ്റിയാണ്. ഞാൻ രണ്ടുപേരെ പഠിപ്പിച്ച രണ്ടുപേരുടെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിനകത്തില് ചെറിയ റോഡിലൂടെ പോകുന്നതുണ്ട്, വണ്ടി തിരിക്കുന്നതുണ്ട്, യൂ ടേൺ എടുക്കുന്നതുണ്ട്, അതുപോലെ തന്നെ കയറി നിർത്തി എടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റോടെ റോഡിലൂടെ പോകുന്ന സമയത്ത് എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ, കൃത്യമായിട്ട് എന്തെല്ലാം വണ്ടി നിർത്തിയെടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് പഠിച്ചവരാരും ഇത് കാണണമെന്നില്ല. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇത് പഠിക്കാൻ വണ്ടി ഓടിക്കുമ്പോൾ പേടിയുള്ളവർ, ഈ പല പല പ്രശ്നങ്ങളുള്ളവരാണ്. അതായത് കയറ്റുന്നത് എടുക്കാനുള്ളവരുണ്ട്, യൂ ടേൺ എടുക്കുന്ന തിരക്കിലൂടെ യൂ ടേൺ എടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, റോഡിലൂടെ യൂ ടേൺ എടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഇടുങ്ങിയ സ്ഥലത്തൂടെ എങ്ങനെ വണ്ടി കൊണ്ട് പോകണം, അതുപോലെ തന്നെ ഇടുങ്ങിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ വണ്ടി തിരിക്കുന്നത് എങ്ങനെ, കൃത്യമായിട്ട് എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഇല്ലാത്തവരെ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇത് കൃത്യമായിട്ട് അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല. അറിയാത്തവർ മാത്രം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം, ഞാനല്ല ഇത് ഓടിക്കുന്നതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നവരെ കൊണ്ട് ഓടിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയാത്തവർ മാത്രമേ ഇത് കാണാവൂ. വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും മാത്രം ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സാർ ഒറ്റക്കൈ കൊണ്ട് ഓടിക്കുന്ന നമുക്ക് ബാലൻസ് ആയി വരുന്നതനുസരിച്ച് നമ്മൾ തന്നെ ആകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്ക് ഇത് നേരത്തെ ഗൾഫിൽ ഓടിച്ചോണ്ടിരിക്കുന്ന ആളിന് ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓടിക്കാൻ പാടായിട്ടാണ്. ഗൾഫിലൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ളവരാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വിചാരിക്കാം. പക്ഷെ ഒട്ടും വണ്ടി ഓടിക്കാത്ത ഒരാളാണ് ഞാനിത്. പിന്നെ വീടാൻ കണ്ട സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണെന്ന് പലരും പറഞ്ഞു. അപ്പൊ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണ്, നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഒറ്റ കൈ കൊണ്ട് വരെ ഓടിക്കും. അപ്പൊ നമുക്ക് ബാലൻസ് ആയി വരുന്നതനുസരിച്ച് നമ്മൾ തന്നെ മാറ്റിക്കോളും. അല്ലാതെ നമുക്ക് തെറ്റാണ് ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ബാലൻസ് ആയി വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്ന നമ്മുടെ കൈ അത് നയയുന്നതാണ്. നമ്മളിപ്പോ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് 4 കൈ ഉണ്ടെങ്കിൽ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ബാലൻസ് ആയി വരുന്നത് നമുക്ക് സത്യത്തിൽ 2 വിരലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു സ്റ്റിയറിംഗിനെ പറ്റി. അപ്പം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് തോന്നും. അത് ബാലൻസ് ആയി വരുന്ന ആൾ തന്നെ അങ്ങനെ ചെയ്ത് പോകുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ബാലൻസ് ആയി നിങ്ങൾ കൈ മാറ്റും. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു വണ്ടി ഓടിക്കുന്ന 90% ആൾക്കാർ ഒറ്റ കൈ കൊണ്ടാണ് ഓടിക്കുന്നത്. അത് ബാലൻസ് ആയി വരുമ്പോൾ മാറ്റുന്നതാണ്. അപ്പൊ ബാലൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് എങ്ങനെ ഓടിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും കാണുന്നവർക്കൊക്കെ. അത് ബാലൻസ് ആയതുകൊണ്ട് തന്നെ മാറിപ്പോരുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ആകുമ്പോൾ നിങ്ങളുടെ കൈ ഇതുപോലെ ഒറ്റ കൈ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഓടിക്കാനൊക്കെ കിട്ടും. സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണെന്ന് പലരും പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം തിരക്കുകളിലൂടെ ഇത് തന്നെ കാണിച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ തന്നെ 2 സൈഡിലും വണ്ടികൾ ഇറക്കുമ്പോഴേ കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ പല പ്രശ്നമാണ് എല്ലാവർക്കും. ഇതുപോലെ തിരക്കുള്ള റോഡുകളിൽ യൂ ടേൺ എടുക്കുന്നത്. നമ്മൾ ആദ്യം ബാക്കിൽ വണ്ടി ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നിർത്തിയതിനു ശേഷം ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ തന്നെ ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ബാക്കിൽ നോക്കിയിരിക്കുക. കാരണം നമ്മൾ ബാക്കിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലും വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. 2 സൈഡിലും വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ നമ്മൾ ചാട്ടി കയറി എന്ത് ചെയ്യുന്നത്, വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്ക് എവിടെ നിന്നൊരു വണ്ടി വരുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകും. ആദ്യം നമ്മുടെ ബാക്കിൽ വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി, ഫ്രണ്ടിലും വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ വണ്ടി എടുക്കുക. ഇപ്പൊ 2 സൈഡിലും വണ്ടി ഉണ്ടോന്നാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ കട്ട് ചെയ്ത് തന്നെ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. കൃത്യമായിട്ട് എടുക്കുന്ന സമയം വരെ എന്തൊക്കെ ചെയ്താണ് എടുത്തതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ബാക്കി വണ്ടി ഉണ്ട് അല്ലേ? ബാക്കി വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുക. കാരണം അവരുടെ 2 പേരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂ ടേൺ ആണ് എടുക്കേണ്ടത്. 2 പേരുടെ സമ്മതം മേടിക്കണം. ഇവരെ 2 പേരുടെ സമ്മതം, അപ്പുറത്തെ റോഡ് നമുക്ക് പാസ് ചെയ്യേണ്ടതാണ്. അപ്പൊ 2 വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാം, അവിടുന്ന് വണ്ടി എടുക്കാവൂ. ബാക്കിൽ വണ്ടിയില്ല, പകുതി അങ്ങോട്ട് എടുത്ത് വെക്കുക. അതുകൊണ്ട് ഇതേപോലെ എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കയറാം. അപ്പൊ ഫ്രണ്ടിൽ വണ്ടിയില്ല, ഇതുണ്ട് നമുക്ക് പോകേണ്ടതോടെ തന്നെ കൃത്യമായിട്ട് നമുക്ക് യൂ ടേൺ ആയി. ആയില്ലേ സാറേ? എന്നിട്ട് നമ്മള് വീല് നമ്മൾ നിവർന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാം, നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് നമ്മൾ പോകാവൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യും, നമ്മൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എടുത്തോണ്ട് നമ്മൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി തിരിഞ്ഞിരിക്കാണ്ട് വണ്ടി ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് പ്രയാസമായിട്ടും ബുദ്ധിമുട്ടാണെന്ന് തോന്നും. നമുക്ക് യൂ ടേൺ എടുക്കാനുള്ള പേടിയും തോന്നും. എന്നിട്ട് നമ്മൾക്ക് കയ്യിൽ കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രമേ അടുത്ത ഗിയറൊക്കെ കൊടുക്കാം. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തിരിഞ്ഞു കയറി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും വണ്ടി എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾക്ക് പെട്ടെന്ന് ഗിയർ മാറാൻ പാടില്ല. ഇതാണ് നമ്മുടെ പള്ളിയിലോട്ട് പോകേണ്ട സ്ഥലം. ഇത് പള്ളിയിലോട്ട് പോകുന്ന വഴി അല്ലേ? സാറിന്റെ പള്ളിയിലോട്ട് പോകണമെന്ന് പറഞ്ഞ വഴിയാണിത്. നമ്മൾ മുന്നോട്ട് കയറണം. എന്നിട്ട് ബാക്കി വണ്ടി ഉണ്ടോ നോക്കണം. ബാക്കി വണ്ടി ഉണ്ടോ, എന്നിട്ട് പോകേണ്ടത് നോക്കി എടുത്താൽ മതി. അപ്പം അവിടെ കയറി വരുന്ന നമുക്ക് വീല് നിബന്ധനം വരെ നമ്മൾ ഒരു കാരണവശാലും എടുത്തോണ്ട് ഓടാതിരിക്കുക. അപ്പൊ നമുക്ക് ചെറിയ വഴിയാണ് അല്ലേ? ചെറിയ
ആടാ കൃത്യമായിട്ട് നമുക്ക് ഇടുങ്ങിയ സ്ഥലമാണെങ്കിലും ഒരു പ്രയാസം കൂടാതെ തന്നെ ഇതുപോലെ ഇറങ്ങാം. സാറിന് ആഗ്രഹമായിരുന്നു പള്ളിയിലോട്ടൊന്ന് പറഞ്ഞില്ലേ? സത്യമായിട്ട് പള്ളിയില് വരണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ആഗ്രഹമായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയിലും പോയിട്ട് ഇപ്പൊ അവിടെ പോയില്ലേ? ഇപ്പൊ പള്ളിയിലും വന്നു, കൊല്ലത്തും പോയില്ലേ? കൊല്ലത്തും പോയി. ഇനി അധികം കൊല്ലത്തോ അല്ലേ? പള്ളി പൂട്ടിട്ടേക്കോ? അവൻ തിരിക്കാൻ പറ്റുമോ? പള്ളി ഗേറ്റ് അടിച്ചേക്കുന്നല്ലേ? കയറാൻ പറ്റത്തില്ലല്ലോ. കയറാൻ പറ്റുമോ? ഇല്ല. ഇവിടെ തിരിക്കാം അല്ലേ? ഓക്കെ. ബാക്കി എങ്ങോട്ടാ പറഞ്ഞിട്ട്? ലെഫ്റ്റോട്ടോ അതോ റൈറ്റോട്ടോ? റൈറ്റിലോട്ട്. എങ്ങോട്ടാ പോണ്ടേ? ബാക്കി എങ്ങോട്ടാ പോണ്ടേ? ലെഫ്റ്റിലോട്ട്. ലെഫ്റ്റോട്ട് പോകുമ്പോ എങ്ങോട്ട് തിരിക്കണം? അപ്പം പിന്നെ റൈറ്റിലോട്ട് ചെയ്യണം. ബാക്കി ലെഫ്റ്റോട്ട് വരണമെങ്കിലോ? റൈറ്റിലോട്ട് ചെയ്യണം. എങ്ങോട്ടാ? റൈറ്റിലോട്ട്. ഇതെങ്ങോട്ടാ തിരിയുന്നത്? ലെഫ്റ്റിലോട്ട്. എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? പതുക്കെ ബ്രേക്കും ക്ലച്ചും. ഈ ഏത് മുറിലാ നോക്കണ്ടേ? ഇറങ്ങി വരുന്നുണ്ടല്ലോ അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? അങ്ങനെ അല്ലേ? അങ്ങനെ കറക്റ്റ് ആയിട്ട് ബാക്കിലോട്ട് വരിക. ആകെ നമുക്കൊന്ന് വണ്ടി കറക്റ്റ് ഒന്ന് തിരിക്കാനുള്ള സ്പേസേ ഉള്ളു അല്ലേ? കറക്റ്റ് ഈ വണ്ടി തിരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ സൗണ്ട് ഉണ്ടല്ലോ ഇവിടെ അല്ലേ? മതിയാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ഗിയറിലിട്ട് എടുത്ത നോഡിന്റെ കാര്യമുണ്ടോ? അതെ, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒടിഞ്ഞു കയറും വണ്ടി. കണ്ട അങ്ങനെ വണ്ടി നമ്മൾ തിരിച്ചു അല്ലേ? തിരിച്ചു. പ്രത്യേകം ഇനി പള്ളിക്ക് കണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല, എന്നാലും ഈ വഴിയെ കൂടി ഒന്ന് ഓടിക്കണമായിരുന്നു അല്ലേ? ഞായറാഴ്ച നല്ല ഇറക്കാല്ലേ? ഞായറാഴ്ച നല്ല കയറ്റം വന്നേ. ഒരു തേരിയ കയറ്റത്തൊക്കെ നിന്ന് പോകാനുള്ള പേടിയല്ലേ? പേടി എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ചില്ലല്ലോ. സാറ് പിന്നെ ഏതാ? കേട്ടില്ല. എന്താ പറഞ്ഞേ? സാറിന്റെ പേരെന്തുവാ? എന്റെ പേരും അറിയത്തില്ല. പേര് പോലും അറിയാതെ വിളിച്ചേ. യൂട്യൂബ് കണ്ട് വിളിച്ചാ? അത് കൊള്ളാലോ. യൂട്യൂബിനകത്ത് എന്താ പേര് കണ്ടേ? ജോ ഡ്രൈവിംഗ്. അടിപൊളിയായില്ലേ? ആ കയറ്റം കറക്റ്റായിട്ടൊക്കെ ആ ജംഗ്ഷൻ കയറ്റം ഇറക്കിയില്ലേ? എന്റെ പേരും മനസ്സിലായി, വണ്ടി കയറുകയും ചെയ്തു അല്ലേ? ഒരു വഴി കാണിച്ചു തരുമോ? ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഇതുപോലുള്ള വെച്ച്, കാരണം ഇത്രയും ദൂരവും ഇത്രയും ഇടയിലൂടെ ഇടുങ്ങിയ വഴിയിലൂടെ വണ്ടി കൊണ്ട് പോയതും തിരിക്കുന്നതും ആ ഇടുങ്ങിയ വഴിയുടെ വന്ന് കയറ്റത്ത് കൊണ്ട് ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയിട്ട് എടുക്കുന്നതും അതുപോലെ തന്നെ വാഹനത്തിന് ഇടയിൽ നിർത്തി എടുക്കുന്നതും രണ്ട് സൈഡിലും വണ്ടികളുള്ളപ്പോൾ കറക്റ്റായിട്ട് ഗ്യാപ്പിലൂടെ ഓടിക്കുന്നതും മുൻപിൽ വണ്ടി ഉള്ളപ്പോൾ നിർത്തുന്നത് കൃത്യമായിട്ട് നിർത്തിയതും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ എല്ലാവർക്കും ഈ ഒരു മിസ്റ്റേക്ക് അല്ലായിരിക്കാം, എന്നാൽ ഈ വീഡിയോ കണ്ടിരുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരു 80% ആൾക്കാർക്കും ഈ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പ്രത്യേകമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനും ഇത് കാണിക്കാനും കാരണം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. തിരിയുന്ന സമയത്ത് നിർത്തുക കാണുമ്പോൾ മാത്രം പറ്റിടുക. ഇപ്പൊ നമ്മൾ തേടി വന്നു, സെക്കൻഡ് ആക്കി സ്ലോയിൽ എടുത്താൽ മതി. അപ്പൊ നമ്മൾ തന്നെ പതിയെ പതിയെ എടുത്തോണ്ട് അങ്ങനെ എടുത്ത് നമ്മുടെ സൈഡിൽ നോക്കി അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതുപോലെ തിരിയാം. നമുക്കവിടെ ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി കൊടുക്കുക. എന്നിട്ട് ആ വണ്ടി മുന്നിലത്തെ വണ്ടി പോകുന്ന സമയം നോക്കി നമ്മളും
അതുപോലെ തന്നെ എടുക്കുക. നിങ്ങളൊരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ട് ഇപ്പൊ എന്നെ നല്ല എന്ത് കേസിനാണെങ്കിലും ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കേട്ടിട്ട് നിങ്ങൾ അതിനകത്ത് ആരെയും വിളിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കാവും. എന്തെങ്കിലും പകുതി കേട്ടതിന് ശേഷം വൺ ഡേ ട്രെയിനിങ് ആണോ, നമ്മുടെ വണ്ടിയെ വരുവോ, ഈ ജില്ലയിൽ വരുവോ, ഇത്രയും ദൂരമുണ്ടോ എന്ന് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം. ആ വീഡിയോക്ക് അത് എന്താണ് പറയുന്നത്, എന്തെല്ലാം പറയുന്നുണ്ട്, വണ്ടിയെ വരുന്നുണ്ടോ, വൺ ഡേ ട്രെയിനിങ് ആണോ, സ്വന്തം വണ്ടിയെ വരുമോ, ഏത് ജില്ലയിലും വരുമോ, എന്തെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ എന്റെ ഇതെന്നല്ല ആരുടെ ഇതെന്നില്ല എന്ത് കേസിന് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരാള് കോണ്ടാക്ട് ചെയ്യാം. ചെറിയ റോഡുകളിൽ കൃത്യമായിട്ട് ഗിയർ മാറി കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കാൻ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല. സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഒരു വാഹനം ഓടിക്കുമ്പോൾ കയ്യിൽ നിന്ന് വാഹനം പോകുന്നു. കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നൊരു വണ്ടി കൃത്യമായിട്ട് ചെറിയ റോഡിലൂടെ വണ്ടി വരുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തി ഒരു വാഹനം ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളവരാണ് നിങ്ങൾ വാഹനം ഓടിക്കണമെന്ന് അതേ ആഗ്രഹമുള്ളത്. ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? പന്മന. ഏതാ ജില്ല? കൊല്ലം ജില്ല. അതാ പത്മന എന്ന് പറയുമ്പോ നമുക്ക് കരുനാപ്പള്ളി അല്ലെ? കരുനാപ്പള്ളി പത്മന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊല്ലം ജില്ലയില്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ വലിയ വാഹനവും ആകുമ്പോൾ പേടി. കൃത്യമായിട്ട് എന്റെ വണ്ടി മാത്രമേ ആ റോഡിൽ കൂടെ പോകുന്നുള്ളൂ. ഈ വീതി ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന വണ്ടിയും തട്ടും, റൈറ്റ് സൈഡിൽ വരുന്ന വണ്ടിയും തട്ടും. ഈ വണ്ടിക്കകത്തിരിക്കുമ്പോൾ എന്റെ വണ്ടി റോഡ് കവർ ചെയ്താ പോകുന്ന എനിക്ക് തോന്നുന്നത് വലിയ വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പേടി കാരണം വണ്ടി എടുക്കുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. പലരും നമ്മളെ മടിപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് തന്നിട്ടുണ്ട്, പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കും. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ട് എന്തുകൊണ്ട് വാഹനം ഓടിക്കാൻ പേടി? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം ആദ്യം ഞാൻ പ്രാക്ടീസ് നടന്നത്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും എന്റെ ജില്ലയിൽ വരുമോ, എന്റെ ജില്ലയിൽ വരുമോ. നിങ്ങളെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടയിലുള്ള ഏത് ജില്ലയിലായാലും, കാരണം നിങ്ങളൊരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ട് ഇപ്പൊ എന്നെ നല്ല എന്ത് കേസിനാണെങ്കിലും ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കേട്ടിട്ട് നിങ്ങൾ അതിനകത്ത് ആരെയും വിളിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കാവും. എന്തെങ്കിലും പകുതി കേട്ടതിന് ശേഷം വൺ ഡേ ട്രെയിനിങ് ആണോ, നമ്മുടെ വണ്ടിയെ വരുമോ, ഈ ജില്ലയിൽ വരുമോ, ഇത്രയും ദൂരമുണ്ടോ എന്ന് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം. ആ വീഡിയോക്ക് അത് എന്താണ് പറയുന്നത്, എന്തെല്ലാം പറയുന്നുണ്ട്, വണ്ടിയെ വരുന്നുണ്ടോ, വൺ ഡേ ട്രെയിനിങ് ആണോ, സ്വന്തം വണ്ടിയെ വരുമോ, ഏത് ജില്ലയിലും വരുമോ, എന്തെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ എന്റെ ഇതെന്നല്ല ആരുടെ ഇതെന്നില്ല എന്ത് കേസിന് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ ഒരാള് കോണ്ടാക്ട് ചെയ്യാവൂ. ഇതുപോലെ വളവുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് 4 കൂടിയ ജംഗ്ഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ നോക്കി ഒരു വാഹനം ഓടിക്കുമ്പോൾ അപ്പുറത്ത് വണ്ടി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഡൗൺ ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ചിന്റെ കൺട്രോൾ നിർത്തി വാഹനം ഇതുണ്ടല്ലേ. ഇപ്പൊ ഈ ഒരു ജംഗ്ഷനുകൾ വന്നപ്പോഴും ഇത്രയും വളവുകളെല്ലാം ഉള്ളപ്പോഴും ഞാൻ തിരിക്കാനോ സ്റ്റിയറിംഗ് തിരിക്കാനോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനോ ക്ലച്ച് ചവിട്ടി സ്ലോ ആക്കാനോ ഗിയർ മാറാനോ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോ? അത് കൃത്യമായിട്ട് ആ ഒരു മിസ്റ്റേക്ക് മാറി. ഇതുകൊണ്ട് ഞാനിപ്പോ എല്ലാ വീഡിയോയിലും ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതുകൊണ്ട് കേട്ടാ വണ്ടി വന്നപ്പോഴും ഞാൻ നിർത്താനോ സ്ലോ ചെയ്യാനോ ഒന്നും പറഞ്ഞില്ല. ഇതുപോലെ എല്ലാ വീഡിയോയിലും ഞാൻ ഇതുപോലെ ഇരിക്കാനുള്ള കാരണം നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകത്തുള്ളൂ. ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പേടികളെല്ലാം മാറി കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്യാനാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മുൻപിലുള്ള സ്പേസ് കാണുമ്പോൾ നമ്മൾ തന്നെ ആ സ്പീഡ് കൂട്ടി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇടുകയും വണ്ടി ഓടിക്കുകയും എല്ലാം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കീ റോഡ് വരുന്നുണ്ട്, നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ നോക്കണം, ലെഫ്റ്റ് സൈഡിൽ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമേ എന്ത് ചെയ്യും വണ്ടി എടുക്കാവൂ. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയർ വന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു വണ്ടി നിർത്തേണ്ടി വന്നു. ഫസ്റ്റ് ഇട്ടു, റൈറ്റ് സൈഡിൽ നോക്കണം വണ്ടി ഇല്ല എന്ന്. റൈറ്റ് സൈഡിലും വണ്ടിയില്ല, ലെഫ്റ്റ് സൈഡിലും വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി രണ്ട് സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. എടുത്തോണ്ട് ഓടരുത്, കാരണം ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി തെറിച്ചങ്ങ് പോവുകയും ചെയ്യും, വണ്ടി ഓഫ് ആയി പോകും. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. നമുക്ക് വാഹനം നേരെ ആയി എന്ന് കണ്ടതിന് ശേഷം മാത്രമേ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുക്കാവൂ. അല്ലാതെ നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്, കാരണം വളഞ്ഞിരിക്കുകയാണ് വീല്. ആ സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് മൊത്തം എടുത്ത സമയം സ്പീഡ് കൂടും. നമുക്ക് കൺട്രോൾ, നമുക്ക് തിരിക്കേണ്ട വണ്ടിയാണ്, കാരണം ഇടത്തോട്ട് തിരിഞ്ഞ വണ്ടി നേരെയാക്കേണ്ട വണ്ടിയാണ്. ആ സമയത്ത് അതിന് വണ്ടി അങ്ങ് പോകും ആ സ്പീഡ് കാരണം. അപ്പൊ നമ്മൾ നേരെ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവൂ
ക്ലച്ചിൽ നിന്നും കാലെടുക്കാം. അതേപോലെ തന്നെ ഏത് വളവിന് വന്നാലും നമ്മുടെ ആ സൈഡിൽ തന്നെ ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ സൈഡിലുള്ള ഗ്യാപ്പുകളും വ്യൂ എല്ലാം കണ്ട് നമ്മൾ തന്നെ കൃത്യമായിട്ട് കണ്ടില്ലേ വണ്ടി ഓടിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ലെഫ്റ്റോട്ടൊക്കെ നമ്മൾ ജംഗ്ഷനിൽ തിരിയുന്ന സമയത്ത് നിർത്ത് കാണുമ്പോൾ മാത്രം ഫസ്റ്റ് ഇടുക. ഇപ്പൊ നമ്മൾ തേടി വന്നു സെക്കൻഡ് ആക്കി സ്ലോയിൽ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ക്ലച്ചിൽ തന്നെ നിന്റെ പതിയെ പതിയെ എടുത്തോണ്ട് അങ്ങനെ എടുത്ത് നമ്മുടെ സൈഡിൽ നോക്കി അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതുപോലെ തിരിയാം. മനസ്സിലായോ? അല്ലാതെ ഒരു കാര്യം നിങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിയണമെന്ന് അവിടെ ഓടി വരുന്ന വണ്ടി പെട്ടെന്ന് ഫസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ ആ വരുന്ന ഗിയറിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയാനായിട്ട് പെട്ടെന്ന് തിരിയൊന്നും ചെയ്യരുത്. വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച് ഗിയർ മാത്രം ഡൗൺ ചെയ്ത് ചെയ്യുക. വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫസ്റ്റ് എടുക്കുക. അല്ല വണ്ടിക്ക് ചെറുതായിട്ട് ജീവനുണ്ട്, ഒരു അനക്കമുണ്ട് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ടോണ്ട് വേണം തിരിയാൻ. അപ്പൊ എടുത്തിട്ട് ക്ലച്ചിൽ എടുത്തുകൊണ്ട് ഓടാതെ തിരിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ജംഗ്ഷനുകളിലാണെങ്കിലും നമുക്ക് പതിയെ എടുക്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകണം കയറണം എന്നുണ്ടെങ്കിൽ. കാരണം ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി കയറി വരാം. അപ്പൊ നമുക്ക് അവിടെ ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി കൊടുക്കുക. എന്നിട്ട് ആ വണ്ടി മുന്നിലത്തെ വണ്ടി പോകുന്ന സമയം നോക്കി നമ്മളും അതുപോലെ തന്നെ എടുക്കുക. അതല്ല മുന്നിലത്തെ വണ്ടി പോകുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ആദ്യം ശ്രദ്ധിച്ച് വണ്ടിയില്ല ഫ്രണ്ടിലും വണ്ടിയില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ആ ഗ്യാപ്പ് നോക്കി മുന്നോട്ട് എടുക്കാവൂ.